നിങ്ങളൊരു പദ്ധതി 2021 പ്രഖ്യാപിക്കുന്നു, അന്ന് തന്നെ പറയുന്നു ഞങ്ങൾ 2025 നവംബർ 1 ആകുമ്പോഴേക്കും ആക്കിയിരിക്കും ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തരായ ആളുകളെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളുടെ കണക്കിൽ നിന്ന് അരിച്ചരിച്ചരിച്ചരിച്ച് 64,000 കൊണ്ടുവരുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പൊടിപാറ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ ഞങ്ങൾ 30 കുടുംബങ്ങളെ പ്രപ്പോസ് ചെയ്തു, ഒരാൾ പോലും അതിൽ ഉൾപ്പെട്ടില്ല എന്ന്. എന്ത് ക്രൈറ്റീരിയ ആണെന്നാണ് ചോദിച്ചത്. അത് വളരെ അത് മന്ത്രി പറഞ്ഞ കണക്കുകളിലുമുണ്ട്. അതായത് താഴെത്തട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്ത് കണക്കുകളെല്ലാം എടുത്ത് കൂട്ടി വരുമ്പോൾ ആദ്യമുണ്ടായിരുന്നതനുസരിച്ച് 1,00,000 മുകളിൽ കുടുംബങ്ങളുണ്ടായിരുന്നു. പല പ്രോസസ്സിലായിരിക്കും അവസാനം ഗ്രാമസഭ കൂടിക്കഴിഞ്ഞപ്പോൾ അത് 64,000 ആയെന്നാണ് പറയുന്നത്. ഈ 64,000 ആക്കുന്ന ഗ്രാമസഭ കൗൺസിലറൊക്കെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, അവർ കുറയ്ക്കുകയല്ലേ ചെയ്യുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ആവശ്യക്കാരുണ്ട്, അതായത് ഏറ്റവും പാവപ്പെട്ടവരെ കണ്ടെത്താൻ പോകുമ്പോൾ ആ ലിസ്റ്റ് എങ്ങനെയാണ് കുറയുന്നത്? സാധാരണഗതിയിൽ റേഷൻ കാർഡിൻ്റെ കാര്യത്തിലൊക്കെ കേരളം യുദ്ധം ചെയ്ത് നമ്മൾക്ക് കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാദിക്കുക ചെയ്യുക, നമ്മുടെ സംഖ്യ കൂടുക ചെയ്യുക. 28 എന്നുള്ളത് 34 ലക്ഷം ആക്കണമെന്ന് ആവശ്യപ്പെടുക ചെയ്ത. പക്ഷേ ലിസ്റ്റിൽ നിന്ന് അവസാനം എല്ലാവരും ഗ്രാമസഭയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പകുതിയായി കുറയുന്നു. അവിടെയും പ്രശ്നമാണ്. ചുരുക്കത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച ഒരു പദ്ധതി, അവർ തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട പദ്ധതി, അവർ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തേണ്ട പദ്ധതി, ആ പദ്ധതി തൽക്കാലം 64,000 എത്തിയെന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്.